നമ്മുടെ റീപ്രൊഡക്ഷന്റെ മെത്തേഡ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ മെത്തേഡും പറഞ്ഞു. ഈ ചാപ്റ്ററൊക്കെ നിങ്ങൾ സ്കൂളിലെ ക്ലാസ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാര്യത്തിലേക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം ഇല്ല. എങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. ബാക്കി ഡൗട്ട്സ് ഒക്കെ നമുക്ക് നമ്മുടെ ഡിസ്കഷൻ ക്ലാസ്സിൽ തീർക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ മെത്തേഡായ നാച്ചുറൽ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡില് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പീരിയോഡിക് അബ്സ്റ്റിനൻസ്, രണ്ടാമത്തേത് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്, 3 ലാക്ടേഷണൽ അമനേറിയ. അതിൽ ആദ്യത്തേത് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു മെൻസ്ട്രൽ സൈക്കിൾ അല്ലെ. മെൻസ്ട്രേഷന്റെ ആ ഒരു ലെങ്ത് നമ്മൾ നോക്കിയാൽ അല്ലെങ്കിൽ ആ ഒരു ഡേയ്സിന്റെ എണ്ണം നമ്മൾ ഇപ്പോ 1 to 28 അതാണ് നോർമൽ ആയിട്ട് നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് കണക്കാക്കുന്നത്. ഓരോ 28 ദിവസം കൂടുന്തോറും മെൻസ്ട്രൽ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു 14ാമത്തെ ഡേയിലാണ് എന്ത് നടക്കുന്നത്, ഓവുലേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞിട്ട്, നമ്മളിപ്പോ മെൻസ്ട്രൽ സൈക്കിൾ ഇന്നാണ് സംഭവിക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പൊ ഇന്ന് ഈ ദിവസത്തിന് നമ്മൾ 1ാമത്തെ ഡേ, ഫസ്റ്റ് ഡേ എന്ന് കണക്കാക്കിയാൽ ഓക്കെ. അപ്പൊ ശരിക്കും നമ്മൾ 1ാമത്തെ ഡേറ്റിനെ അല്ല വണ്ണം എടുക്കുന്നത്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അതാണ് അതിന്റെ ഫസ്റ്റ് ഡേ. ആ ഫസ്റ്റ് ഡേ തൊട്ട് നമ്മളത് കൗണ്ട് ചെയ്ത് 1, 2, 3, 4 എന്ന് എണ്ണി പോയാൽ 10ാമത്തെ ഡേ തൊട്ട് 17ാമത്തെ ഡേ വരെയുള്ള ടൈം. അപ്പൊ അതിന്റെ കണക്ക് മനസ്സിലായല്ലോ. ഇന്ന് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇന്നാണ് ഫസ്റ്റ് ഡേ. അത് കഴിഞ്ഞാല് 10ാമത്തെ ദിവസം തൊട്ട് 17ാമത്തെ ദിവസം വരെയുള്ള ടൈം. അതിനിടയ്ക്കാണ് 14ാമത്തെ ഡേ വരുന്നത്. 14ാമത്തെ ഡേയുടെ പ്രത്യേകത നമുക്കറിയാം, ഓവുലേഷൻ നടക്കുന്നതാണ് 14th ഡേ അല്ലെ. ഈ ഒരു 10 to 17 ഡേയ്സിന് ഇടയ്ക്കുള്ള ആ ടൈം, അതിനെ നമ്മൾ വിളിക്കുന്നത് ഫെർട്ടൈൽ പീരീഡ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓവുലേഷൻ നടക്കാനുള്ള ചാൻസിനെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പേര് കൊടുത്തിരുന്നത് ഫെർട്ടൈൽ പീരീഡ്. അതായത് ഒരു കോയിറ്റസ് നടക്കുന്നത്, മേറ്റിംഗ് നടക്കുന്നത് ഈ പറഞ്ഞ ഫെർട്ടൈൽ പീരീഡിലാണെങ്കിൽ കൃത്യമായിട്ടും ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ 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 ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോ ഒരാളുടെ ഫെർട്ടൈൽ പീരീഡ് നമ്മൾ കണക്കാക്കി എങ്ങനെയെന്ന് കണ്ടല്ലോ. ആ ഒരു 10 to 17 ഡേയ്സിന് ഏകദേശ കണക്കാണ്, നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം മെൻസ്ട്രൽ സൈക്കിൾ പല സ്ത്രീകളിലും ഇറഗുലർ ആയിട്ട് നടക്കും. നമ്മളിപ്പോ 28 ഡേയ്സ് കൂടുന്തോറും റിപ്പീറ്റ് ചെയ്യുന്നു പറയുന്നെങ്കിലും അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ഓക്കെ, ചിലർക്ക് 28 ഡേയ്സിൽ റിപ്പീറ്റ് ചെയ്തില്ല എന്ന് വരും. ചിലർക്ക് ചിലപ്പോൾ ഇടയ്ക്ക് മെൻസ്ട്രൽ സൈക്കിൾ ആബ്സെന്റ് ആയ ആൾക്കാർ കാണും. അപ്പൊ അങ്ങനെ ഇറഗുലർ ആയ ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഫെർട്ടൈൽ പീരീഡ് ഒക്കെ കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ പറയുന്ന നാച്ചുറൽ മെത്തേഡ് 100% എഫക്റ്റീവ് മെത്തേഡാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് ഫെർട്ടിലൈസേഷൻ നടന്ന് പ്രഗ്നൻസി സംഭവിക്കാനുള്ള ചാൻസ് ഒഴിവാക്കാൻ പൂർണ്ണമായി പറ്റുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, മെൻസ്ട്രൽ സൈക്കിൾ കഴിഞ്ഞു 10 to 17 ഡേയ്സിന് നമ്മൾ എന്ത് പേര് വിളിച്ചു, ഫെർട്ടൈൽ പീരീഡ് എന്ന് വിളിച്ചു. ഫെർട്ടൈൽ പീരീഡിൽ നടക്കുന്ന ഓരോ കോയിറ്റസും എന്തിന് കാരണമാകും, കൃത്യമായിട്ടും ഫെർട്ടിലൈസേഷൻ കാരണമാവും, അവിടെ പ്രഗ്നൻസി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യം പ്രഗ്നൻസി ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ പ്രഗ്നൻസി ഒഴിവാക്കണമെങ്കിൽ ഫെർട്ടൈൽ പീരീഡിലെ കോയിറ്റസ് അല്ലെങ്കിൽ മേറ്റിങ്ങിനെ അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഈ 10 to 17 ഡേയ്സ് കഴിഞ്ഞപ്പോ 10 ഡേയ്സിന് മുൻപുണ്ട്, അതായത് 1, 2 നമ്മൾ എണ്ണി പോവാണല്ലോ. അതുപോലെ 17 ഡേയ്സിന് ശേഷവും ഉണ്ട് അല്ലെ. ആ പീരീഡ്സിനേക്ക് ആ ഒരു 17 ഡേയ്സിന് ശേഷമൊക്കെ ഉള്ള പീരീഡ്സിന് നമ്മള് ഫെർട്ടൈൽ അല്ലാത്ത പീരീഡ് എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഓവുലേഷൻ കഴിഞ്ഞു, 14th ഡേയിൽ ഓവുലേഷൻ കഴിഞ്ഞു. ഒരു 17 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ആ ഒരു ഓവം നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനെയൊക്കെ കടന്നു വന്നു കാണും. അപ്പൊ പിന്നെ എന്ത് ചെയ്യത്തില്ല, ഫെർട്ടിലൈസേഷനുള്ള ചാൻസ് കുറവാണ്. ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ചാൻസ് കുറവാണ്. ഓക്കെ, പക്ഷെ
ഈ ഫെർട്ടൈൽ പീരീഡ് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി സംഭവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് 100% നമുക്ക് എന്ത് ഒഴിവാക്കാൻ പറ്റുന്ന മാർഗമല്ല, പ്രഗ്നൻസി ഒഴിവാക്കാൻ പറ്റുന്ന മാർഗമല്ല. അത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന നാച്ചുറൽ മെത്തേഡ് വഴി ഒരിക്കലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആവുന്ന ഡിസീസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആകെ നമുക്ക് ഇതിനൊരു അഡ്വാൻറ്റേജ് പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസിനെ നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ മനസ്സിലായോ? പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ പീരീഡിലെ 10 to 17 days എന്ന് പറയുന്ന ഫെർട്ടൈൽ പീരീഡിൽ മേറ്റിംഗ് അല്ലെങ്കിൽ കോയിറ്റസ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതുവഴി പ്രഗ്നൻസിയെ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ഇനി രണ്ടാമത്തെ നാച്ചുറൽ മെത്തേഡ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തൽ എന്നാണെന്ന് പറയാം, അല്ലെ? വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക എന്നാണെന്ന് പറയും. അപ്പോ രണ്ടിന്റെ മീനിങ് നമ്മൾ എടുത്താൽ കോയിറ്റസിനെ, മേറ്റിങ്ങിനെ ഇന്ററപ്റ്റ് ചെയ്യുക. നമ്മൾ അത് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ഇൻസെമിനേഷൻ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചു. എന്താ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാല് സെമൻ ഫീമെയിൽ വജൈനയിലേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് നാച്ചുറലി നമ്മൾ പറഞ്ഞു, അല്ലെ? നാച്ചുറൽ ആയിട്ടുള്ള ഇൻസെമിനേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ചെയ്യാം, ഇൻസെമിനേഷൻ നടത്താൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസെമിനേഷനെ എന്ത് ചെയ്യാൻ പോവാണ്, തടയാൻ പോവാണ്, ഇന്ററപ്റ്റ് ചെയ്യാൻ പോവാണ്, തടസ്സപ്പെടുത്താൻ പോവാണ്. അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. കോയിറ്റസ് നടന്നുകൊണ്ടിരിക്കുമ്പോ സെമൻ റിലീസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, പെനിസിനെ ഫീമെയിൽ വജൈനയിൽ നിന്നും വിഡ്രോ ചെയ്യുക, പിൻവലിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്. അപ്പൊ ഇൻസെമിനേഷൻ ഒരിക്കലും ഫീമെയിൽ വജൈനയ്ക്കുള്ളിൽ നടക്കില്ല. ഓക്കെ, അപ്പൊ അതുവഴി നമുക്ക് എന്ത് ഒഴിവാക്കാൻ പറ്റും, പ്രഗ്നൻസി ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതും 100% എഫക്റ്റീവായ മെത്തേഡ് അല്ല. കാരണം വിഡ്രോവൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇൻസെമിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷമാണ് വിഡ്രോവൽ നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോയിറ്റസിനെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, പെനിസിനെ വജൈനയിൽ നിന്നും റിലീസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഇൻസെമിനേഷന്റെ ഒരു ചെറിയ തോതിലെങ്കിലും ഇൻസെമിനേഷൻ വജൈനയിൽ നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പോ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആവുന്ന ഡിസീസിനെ ഒന്നും തന്നെ തടയാൻ ഇത് സഹായിക്കില്ല. അപ്പോ രണ്ട് മെത്തേഡ് പിടിക്കും. ഇനി മൂന്നാമത്തെ മെത്തേഡ് ലാക്ടേഷണൽ അമനേറിയ. ലാക്ടേഷണൽ അമനേറിയ ലാക്ടേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പാർച്യൂഷൻ കഴിഞ്ഞിട്ട്, ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഫീഡിങ് കൊടുക്കുന്നത്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് നടക്കുന്ന ആ ടൈം, ലാക്ടേഷന്റെ ടൈം എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കാത്ത ടൈമാണ്. ഇന്റൻസ് ആയിട്ട് ലാക്ടേഷൻ, അതായത് ഡെലിവറിക്ക് കഴിഞ്ഞ് തൊട്ട് ആദ്യത്തെ 1 മാസം 2 മാസം എന്നൊക്കെ പറയുന്നത് ഇന്റൻസ് ആയിട്ട് ലാക്ടേഷൻ നടക്കുന്ന, കുഞ്ഞിന് അല്ലെ മിൽക്ക് കൊടുക്കുന്ന ഒരു ടൈമാണ്. ആ ടൈമിൽ ഓവുലേഷൻ സാധാരണഗതിയിൽ നടക്കാറില്ല. ഓവുലേഷൻ നടക്കാതിരുന്നാൽ ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കോയിറ്റസ് നടന്നാലും എന്ത് സംഭവിക്കില്ല, ഫെർട്ടിലൈസേഷൻ സംഭവിക്കില്ല. ഇനി പക്ഷെ ഇവിടെയും നമ്മൾ ചില പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ഈ ഒരു ലാക്ടേഷൻ അമനേറിയ, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ ആണ് അതിന്റെ അർത്ഥം തന്നെ. അതായത് മെൻസ്ട്രേഷൻ ഇല്ലാത്ത ടൈമിൽ എന്ത് ചെയ്യണം, കോയിറ്റസ് മേറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇത് പരമാവധി സാധാരണ നമുക്കൊരു 6 months വരെയൊക്കെ ഈ പറയുന്ന മെൻസ്ട്രേഷൻ നടക്കില്ല നമുക്ക് പറയാം. ഡെലിവറി കഴിഞ്ഞാല് അപ് ടു 6 months എന്ത് ആബ്സെന്റ് ആയിരിക്കും, മെൻസ്ട്രേഷൻ ആബ്സെന്റ് ആയിരിക്കും. പക്ഷെ ഇത് എല്ലാ സ്ത്രീകളിലും ഒരുപോലെയല്ല. ചിലപ്പോ ചില ആൾക്കാർക്ക് ഡെലിവറി കഴിഞ്ഞ് 1-2 മാസമൊക്കെ കഴിയുമ്പോൾ മെൻസ്ട്രേഷൻ സംഭവിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോ ഓവുലേഷൻ നടന്നു തുടങ്ങിയാലും കറക്റ്റ് ടൈമിൽ മെൻസ്ട്രേഷൻ നടന്നില്ല എന്ന് വരും. അപ്പൊ വരുന്ന പ്രശ്നം അറിയാലോ, ഓവുലേഷൻ നടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല, മെൻസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് നടക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് കരുതും, മെൻസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല എന്ന് കരുതും. അപ്പൊ അങ്ങനെയൊക്കെ കോയിറ്റസ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇൻസെമിനേഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തുണ്ടാവും, പ്രഗ്നൻസി ഉണ്ടാവും. അപ്പോൾ ലാക്ടേഷൻ അമനേറിയയും 100% പ്രഗ്നൻസി ഒഴിവാക്കാൻ പറ്റുന്ന മാർഗമല്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, പ്രഗ്നൻസിയെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതും സെക്ഷലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസിനെ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, തടയുന്നില്ല. അപ്പോ 3 നാച്ചുറൽ മെത്തേഡ്സ്. അപ്പൊ നാച്ചുറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മറ്റു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡിവൈസസും ഉപയോഗിക്കാതെ നമ്മുടെ ബോഡിക്ക് യാതൊരു വിധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഈ പറയുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയ ഡിസീസിനെ നമ്മൾ ഒഴിവാക്കി നിർത്തിയാൽ മറ്റൊരു തരത്തിലും നമ്മുടെ ബോഡിക്ക്
സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഈ പറഞ്ഞ നാച്ചുറൽ മെത്തേഡ്സ് വഴി ഉണ്ടാവാറില്ല. അപ്പോ പഠിക്കുമ്പോ നാച്ചുറൽ മെത്തേഡ് എന്ന് ആ ഒരു പേര് ഓർക്കണം. അതിൽ 3 കാര്യങ്ങൾ ഇതൊക്കെയുണ്ട്. പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, രണ്ടാമത്തേത് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്, 3 ലാക്ടേഷണൽ അമനേറിയ. ഓക്കെ, അപ്പൊ നാച്ചുറൽ മെത്തേഡ് കഴിഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് രണ്ടാമത്തെ മെത്തേഡ് ബാരിയേഴ്സ് ആണ്. ബാരിയർ എന്ന പേര് കേട്ടപ്പോഴേ മനസ്സിലായി കാണും, തടസ്സങ്ങളാണ് അല്ലെ. തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെയോ ചില സംഗതികൾ ഉപയോഗിക്കുക. അപ്പോ ബാരിയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നത് സ്പേമും ഓവവും തമ്മിൽ മീറ്റ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യണം, ഒരു അഡീഷണൽ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, തടയുന്നു. അതായത് സ്പേമും ഓവവും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, മീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ബാരിയേഴ്സിന്റെ ജോലി. ഈ ബാരിയർ മെത്തേഡ്സ് ഒരുപാട് തരത്തിലുണ്ട്. മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ബാരിയർ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ബാരിയർ മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഒന്ന് കോണ്ടംസ്, രണ്ടാമത്തേത് സെർവിക്കൽ ക്യാപ്സ്, അടുത്തത് ഡയഫ്രംസ്, ദെൻ വാൾട്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് കോണ്ടംസ് ആണ്. കോണ്ടംസ് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ബാരിയർ ആണ് കോണ്ടംസ് എന്ന് പറയുന്നത്. ഇത് മെയിൽസിനും ഫീമെയിൽസിനും ഉപയോഗിക്കാൻ കഴിയും. അതായത് മെയിൽ കോണ്ടംസും ഉണ്ട്, ഫീമെയിൽ കോണ്ടംസും ഉണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് വളരെ തിൻ ആയിട്ടുള്ള, വളരെ കനം കുറഞ്ഞ റബ്ബർ കൊണ്ടാണ്, ലാറ്റക്സ് കൊണ്ടാണ് കോണ്ടംസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ മറ്റൊരു സ്പെഷ്യാലിറ്റി STDs, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയ ഡിസീസിനെ തടയാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഈ കോണ്ടം എന്ന് പറയുന്ന ബാരിയർ. പ്രത്യേകിച്ച് മെയിൽ കോണ്ടംസ്. ഞാൻ പറഞ്ഞു മെയിൽ കോണ്ടംസും ഉണ്ട്, ഫീമെയിൽ കോണ്ടംസും ഉണ്ട്. മെയിൽ കോണ്ടംസ് ഉപയോഗിക്കേണ്ടത് പെനിസിലാണ്, ഫീമെയിൽ കോണ്ടംസ് ഉപയോഗിക്കുന്നത് സെർവിക്സ്, വജേന ഭാഗത്താണ് ഫീമെയിൽ കോണ്ടംസ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് വളരെ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നതിന് കാരണം ഇത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതായത് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ സെൽഫ് യൂസ്, അതാണ് കോണ്ടംസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് വളരെ എല്ലാ സ്ഥലത്തും ഷോപ്പുകളിലൊക്കെ വളരെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല. ഓക്കെ, ഡിസ്പോസ് ചെയ്യാൻ കഴിയും. നമുക്കിതിന് ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയ ഒരു ബാരിയർ ആണ് ഇത് കോണ്ടം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മെയിൽ കോണ്ടംസിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൽ കോണ്ടമാണ് നിരോധ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോണ്ടംസിനെ കുറിച്ച് നമുക്ക് ഓർക്കേണ്ടത്. ഇനി മറ്റു 2-3 പേരുകൾ കൂടെ ഉണ്ട് അല്ലെ. സെർവിക്കൽ ക്യാപ്സ്, ഡയഫ്രം, വാൾട്ട്. ഈ 3 ബാരിയേഴ്സ് ഫീമെയിൽസിൽ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. ഇത് മെയിൽസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഏകദേശം ഇതിനെല്ലാം തന്നെ ഒരേ തരത്തിലുള്ള ഫംഗ്ഷനാണ്. സെർവിക്കൽ ക്യാപ്പ് ആയാലും വാൾട്ട് ആയാലും ഡയഫ്രംസ് ആയാലും ഇതെല്ലാം ഉപയോഗിക്കുന്നത് സെർവിക്സ് ഭാഗത്താണ് സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്കിതിപ്പോ സ്വന്തമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി ഉപയോഗിക്കാം. ഇതെല്ലാം തന്നെ ചെയ്യേണ്ടത് കോണ്ടംസ് ആയാലും ഈ പറഞ്ഞ സെർവിക്കൽ ക്യാപ്പ്, വാൾട്ട്, ഡയഫ്രംസ് ഒക്കെ തന്നെ കോയിറ്റസിന് മുൻപാണ് ഉപയോഗിക്കുക. ഓക്കെ, അതായത് കോയിറ്റസിന് മുൻപ് എന്ന് പറയുമ്പോൾ ഇൻസെമിനേഷൻ നടക്കാൻ പാടില്ല. ഇൻസെമിനേഷന് മുൻപ് ഇത് ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എഫക്ട് ഇതിൽ കിട്ടൂ. ഇനി ഇവിടെയും ബാരിയേഴ്സും ഒരു 100% പ്രഗ്നൻസി തടയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പല പല കാരണങ്ങളാണ്. ചിലപ്പോൾ ഉപയോഗിക്കുന്ന ബാരിയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻസെമിനേഷൻ തൊട്ട് മുമ്പ് ഉപയോഗിക്കാമെന്ന് കരുതും. ചിലപ്പോൾ ഇൻസെമിനേഷൻ തൊട്ട് മുമ്പ് ഉള്ള സെക്രീഷൻസിൽ ആ ഒരു ഫ്ലൂയിഡിലൊക്കെ ചിലപ്പോൾ സ്പേം കണ്ടന്റ് ഒക്കെ ഉണ്ടാവും. സെമൻ മാത്രമല്ല, അതായത് നമ്മുടെ ഒരു ധാരണ, അതായത് സെമൻ വജൈനയിൽ എത്തിയാൽ മാത്രമേ പ്രഗ്നൻസി ഉണ്ടാകൂ എന്നൊരു ധാരണ ശരിയല്ല. സെമൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് റിലീസ് ചെയ്യപ്പെടുന്ന ഒരു പ്രീകം എന്നാണ് പറയുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോ ബാരിയേഴ്സിനെ ഓർക്കുക.
കോണ്ടംസ്, മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടംസ്. കോണ്ടംസ് മാത്രമേ അങ്ങനെയുള്ളൂ. അടുത്ത ഏതൊക്കെയാണ് ഫീമെയിൽസിൽ മാത്രം ഉപയോഗിക്കുന്നത്? സെർവിക്കൽ ക്യാപ്പ്, വാൾട്ട്, ഡയഫ്രംസ്. ഇനി ഈ പറഞ്ഞ ഫീമെയിൽ ബാരിയേഴ്സിനോടൊപ്പം ഇതിന്റെ ആ ഒരു എഫക്ട് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു ചില സംഗതികളാണ് സ്പെർമിസൈഡൽ ക്രീംസ്, അതുപോലെ തന്നെ ചില ജെല്ലീസ്, ഫോംസ്. ഇതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അതായത് ഒരു ഫെർട്ടിലൈസേഷൻ ഒരിക്കലും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എഫക്റ്റീവായ രീതിയിൽ നമുക്ക് ബാരിയറിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോ ബാരിയേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് ഇത്രയുമാണ്. അടുത്തത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തഡാണ് IUDs എന്ന് വിളിക്കുന്ന ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇപ്പോ ഇത് വളരെ വ്യാപകമായിട്ട് ഫീമെയിൽസിൽ, അതായത് ലോങ് ടൈമിലേക്ക്, വളരെ നീണ്ട ഒരു കാലയളവിലേക്ക് പ്രഗ്നൻസി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന ഏറ്റവും എഫക്റ്റീവായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്, IUDs ആണ്. ഈ IUDs നമുക്ക് സെൽഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നഴ്സസോ അങ്ങനെ ആരെങ്കിലും നമുക്കിത് നമ്മുടെ യൂട്രസിലേക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്ത് തരേണ്ടതാണ്. ഓക്കെ, അപ്പൊ IUDs മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടി മാത്രം എവിടെ പ്ലേസ് ചെയ്യേണ്ടതാണ്? യൂട്രസിലാണ് IUDsനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇനി ഈ IUDsനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, നോൺ മെഡിക്കേറ്റഡ് IUDs. രണ്ടാമത്തേത് കോപ്പർ റിലീസിംഗ് IUDs. മൂന്നാമത്തേത് ഹോർമോൺ റിലീസിംഗ് IUDs. 3 പേരുകൾ പഠിക്കണം. പേരും അതിന് എക്സാമ്പിളുമാണ് നമുക്ക് IUDsന്റെ ഭാഗത്ത് വേണ്ടത്. അപ്പൊ ഒന്നുകൂടി, നോൺ മെഡിക്കേറ്റഡ് IUDs, കോപ്പർ റിലീസിംഗ് IUDs, ഹോർമോൺ റിലീസിംഗ് IUDs. ഇതിന് നോൺ മെഡിക്കേറ്റഡ് IUDsന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിപ്പസ് ലൂപ്പ്. പേര് പഠിക്കണം കേട്ടോ. പേര് കേട്ടാൽ അത് ഏത് ടൈപ്പ് IUD ആണെന്ന് പറയാം. അപ്പൊ നോൺ മെഡിക്കേറ്റഡിന് എക്സാമ്പിൾ ഏതാണ്? ലിപ്പസ് ലൂപ്പ്. ഇതിന്റെ എല്ലാത്തിനെയും ഫിഗർ കാണും. അപ്പോ ഈ പേരുകളൊന്ന് ഓർക്കുക ഫിഗർ കാണുമ്പോ. ഓക്കെ. രണ്ടാമത്തേത് കോപ്പർ റിലീസിംഗ് IUDs. കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യുന്ന IUDs ആണ് കോപ്പർ റിലീസിംഗ് IUDs. അതിന് 3 എക്സാമ്പിൾ നമുക്ക് പഠിക്കണം. ഒന്ന് കോപ്പർ T, രണ്ടാമത്തേത് കോപ്പർ 7, 3 മൾട്ടിലോഡ് 375. 3 കിട്ടിയോ? കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് യൂട്രസിൽ ഇത് കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യാണല്ലോ. അപ്പോ ഈ IUDs ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബാരിയേഴ്സ് ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇൻസെമിനേഷൻ നടന്ന് സ്പേം എവിടെ എത്തിയെന്ന് വിചാരിക്കുക, യൂട്രസിൽ എത്തിയാലും ഈ കോപ്പർ അയോൺസ് സ്പേമിന്റെ മോട്ടിലിറ്റി അങ്ങ് വളരെ വളരെ കുറയ്ക്കും, സപ്രസ് ചെയ്യും. അപ്പൊ ഇതിന് മൂവ് ചെയ്തിട്ട് എങ്ങോട്ട് പോകാൻ പറ്റില്ല? ഫലോപ്പിയൻ ട്യൂബിലോട്ട് പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, ഫെർട്ടിലൈസേഷനുള്ള സ്പേമിന്റെ കപ്പാസിറ്റിയെയും ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കും. അപ്പോ ഇത് നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ കോപ്പർ അയോൺസ് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കില്ല. അപ്പൊ നമ്മുടെ യൂട്രസ് ഒക്കെ കോപ്പർ അയോൺസിന്റെ കണ്ടന്റ് ഇങ്ങനെ ഒരുപാട് കാണും. ആ കണ്ടന്റ് ഉള്ളിടത്തോളം കാലം ഫെർട്ടിലൈസേഷൻ എന്ത് ചെയ്യത്തില്ല? നടക്കില്ല എന്ന് തന്നെ 99% നമുക്ക് വേണമെങ്കിൽ പറയാം ഫെർട്ടിലൈസേഷൻ നടക്കില്ല. പക്ഷെ ഇവിടെയും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇനി അപ്പോ കോപ്പർ റിലീസിംഗ് IUDsന്റെ എല്ലാം പൊതു ഫംഗ്ഷൻ ഇതാണ്. അതിന്റെ ഷേപ്പിലൊക്കെ വ്യത്യാസത്തിലാണ് നമ്മൾ ആ 3 പേരൊക്കെ പറഞ്ഞത്. അടുത്തത് ഹോർമോൺ റിലീസിംഗ് IUDs ആണ്. അപ്പൊ അത് എന്തിനാ റിലീസ് ചെയ്യുന്നതാണ്? ഫെർട്ടിലൈസേഷനെ തടയാൻ പറ്റുന്ന രീതിയിൽ ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന മൂന്നാമത്തെ ടൈപ്പ് IUDs. അതിന് 2 എക്സാമ്പിൾ നമുക്ക് പഠിക്കണം. ഒന്ന് പ്രൊജെസ്റ്റസെർട്ട്. ഓക്കെ, പ്രൊജെസ്റ്റസെർട്ട്. രണ്ടാമത്തേത് LNG-20. അപ്പൊ ഇത് ചെയ്യുന്നത് യൂട്രസിനെ പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകാനുള്ള ആ ഒരു സിറ്റുവേഷൻ യൂട്രസിനകത്ത് ഒഴിവാക്കുക. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ആ ഒരു ഇംപ്ലാന്റേഷനൊക്കെയുള്ള ചാൻസിനെ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷന് അൺസ്യൂട്ടബിൾ ആയിട്ട് മാറ്റണം. ആര്? യൂട്രസ്. ഇംപ്ലാന്റേഷൻ നടക്കരുത്. അപ്പൊ ഇതാണ് ആരുടെ ജോലി? ഹോർമോൺ റിലീസിംഗ് IUDsന്റെ ജോലി. ഇനി പൊതുവിൽ IUDs ചെയ്യുന്നതെന്ന് പറഞ്ഞാല് സ്പേമിന്റെ ഫാഗോസൈറ്റോസിസ്, സ്പേമിനെ നശിപ്പിക്കും. ഫാഗോസൈറ്റോസിസ് ഒക്കെ അറിയാലോ, എൻഗൾഫിംഗ് പരിപാടിയാണ്. വിഴുങ്ങി നശിപ്പിക്കാൻ നമ്മൾ പറയത്തില്ലേ, ഒരു സെല്ല് മറ്റൊരു സെല്ലിനെ എന്ത് ചെയ്യും? വിഴുങ്ങി നശിപ്പിക്കും. അപ്പൊ ആ ഒരു ഫാഗോസൈറ്റോസിസ് വഴി സ്പേമിനെ എന്ത് ചെയ്യും?
നശിപ്പിക്കും ഈ പറയുന്ന IUDs എല്ലാം തന്നെ. അപ്പോ നിലവിൽ പ്രഗ്നൻസി ഒഴിവാക്കാനുള്ള മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്, IUDs യൂസ് ചെയ്യുക. IUDസിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു IUD ആണ് കോപ്പർ T എന്ന് പറയുന്ന IUD. ഇനി ഈ IUDസിനും ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയ ഡിസീസിനെ ഒന്നും തന്നെ തടയാൻ ഏത് ഹെൽപ്പ് ചെയ്യില്ല, IUDs ഹെൽപ്പ് ചെയ്യില്ല. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളിത് യൂട്രസിലാണ് ഫിക്സ് ചെയ്യേണ്ടത് പറഞ്ഞു അല്ലെ. ആ ഫിക്സ് ചെയ്യുന്ന പൊസിഷനൊക്കെ ചിലപ്പോ കൃത്യമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ IUDs ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു എഫക്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. പിന്നെ യൂട്രസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊന്നും IUDs ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞ IUDസിനുണ്ട്. എങ്കിലും നിലവിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രഗ്നൻസി തടയാനുള്ള നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് ഡോക്ടേഴ്സ് നമുക്ക് നിർദ്ദേശിക്കുന്നത് ഏതാണ്, IUDസിന്റെ യൂസ് ആണ്. അടുത്തത് നമുക്ക് പറയേണ്ടത് ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചാണ്. ഓറൽ കോൺട്രാസെപ്റ്റീവ് എന്ന പേര് കേട്ടപ്പോഴേ പിടിയിട്ട് കാണും അല്ലെ. നമുക്ക് കഴിക്കേണ്ടതായിട്ട് ഓറലായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ. അപ്പൊ സാധാരണ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത് പിൽസ് ആണ്, ടാബ്ലറ്റ്സ് ആണ്. ഓക്കെ, ടാബ്ലറ്റ്സിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് പ്രൊജസ്റ്റോജൻസ് അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ആണ് മിക്കവാറും ഈ പറയുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി പിൽസ് പല ടൈപ്പ് പിൽസ് ഉണ്ട്. ഡെയിലി കഴിക്കുന്ന പിൽസ് ഉണ്ട്. അതായത് നമ്മൾ മെൻസ്ട്രേഷൻ ടൈമിൽ ഒരു 7 ദിവസം വരേക്ക് നമുക്ക് ഇതിനൊരു ഗ്യാപ്പ് കൊടുക്കാം പിൽസ് കഴിക്കുന്നതിന്. ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഇത് എന്ത് ചെയ്യേണ്ടി വരും, കഴിക്കേണ്ടി വരും. ബാക്കി 21 ദിവസവും ഡെയിലി ഓരോ പിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, കഴിക്കണം. ഇങ്ങനെ ഈ പിൽസ് കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് നമ്മുടെ സെർവിക്സിന്റെ ഭാഗത്തെ മ്യൂക്കസിന്റെ സെക്രീഷനൊക്കെ ഒന്ന് കുറച്ചിട്ട് സ്പേമിന്റെ എൻട്രി ഒക്കെ, സ്പേം യൂട്രസിലേക്ക് നന്നായിട്ട് മൂവ് ചെയ്ത് പോകാനുള്ള കഴിവിനെയൊക്കെ ഒന്ന് കുറയ്ക്കും. അത് മാത്രമല്ല ഫെർട്ടിലൈസേഷന്റെ ആ ഒരു കപ്പാസിറ്റിയൊക്കെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നത്. നമ്മുടെ യൂട്രസിനുള്ളിൽ വശം ഫെർട്ടിലൈസേഷനെ അൺസ്യൂട്ടബിൾ ആക്കി മാറ്റും ഈ പറയുന്ന പിൽസിനകത്തെ ഹോർമോൺ കണ്ടന്റ്സ്. അപ്പൊ പിൽസ് വളരെ എഫക്റ്റീവ് ആയ ഒരു മെത്തേഡാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഡെയിലി കഴിക്കുന്ന പിൽസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഈ ചാപ്റ്റർ തുടക്കത്തിൽ പറഞ്ഞില്ലേ, സഹേലി എന്ന് പറഞ്ഞിട്ട് ഒരു പില്ലിനെ കുറിച്ച് പറഞ്ഞില്ലേ. ആ പിൽസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് വൺസ് എ വീക്ക് പിൽ എന്നാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതെന്ന് പറഞ്ഞാല് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കേണ്ടത്. ഇനി അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റിറോയിഡൽ കണ്ടന്റ് ഇല്ലാത്ത ഒരു ടാബ്ലറ്റ് ആണ് ഈ പറയുന്ന സഹേലി എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് പറയണം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയ ഡിസീസിനെ ഒന്നും തന്നെ ഒഴിവാക്കാൻ പിൽസ് സഹായിക്കില്ല. പ്രഗ്നൻസി ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് പിൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് കിട്ടുന്ന നേട്ടം. അപ്പൊ ഇതും ഒരു 100% ഏകദേശം 100% എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിന് മറ്റൊരു പ്രശ്നം, പിൽസിന് ചിലപ്പോൾ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവും. ചില ആൾക്കാരിൽ പിൽസ് കഴിക്കുന്നവർ ഒന്നുകിൽ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്, വണ്ണം വെച്ച് വരാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർ വണ്ണം തീരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ പിൽസ് ഒക്കെ ഡോക്ടേഴ്സ് അധികം അഡ്വൈസ് ചെയ്യാറില്ല. അത് മാത്രമല്ല ഒരു ലോങ് ടൈമിലേക്ക് പ്രഗ്നൻസി ഒക്കെ ഒഴിവാക്കണമെങ്കിൽ, ഇപ്പൊ 4-5 വർഷത്തേക്കൊക്കെ പ്രഗ്നൻസി ഒഴിവാക്കണമെങ്കിൽ അത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് പിൽസ് ഒരിക്കലും കഴിക്കാമെന്ന് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യില്ല. അങ്ങനെ ലോങ് ടൈം ഒക്കെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ IUDs ആണ് ഏറ്റവും പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൽ നമ്മൾ പിൽസിൽ സഹേലിയെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. വൺസ് എ വീക്ക് പിൽ എന്ന് വിളിക്കുന്ന സഹേലി. ഇനി മറ്റൊരു ടൈപ്പ് പില്ലുണ്ട്, നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പിൽസ് 2 എണ്ണം, അതായത് വൺസ് എ വീക്ക് പില്ലായാലും നമ്മൾ നേരത്തെ പറഞ്ഞ ഡെയിലി കഴിക്കുന്ന പിൽസ്, ആ 2 ടൈപ്പും കോയിറ്റസ് നടക്കുന്നതിന് മുൻപോ ശേഷമോ അങ്ങനെ ഒരു ഇത് പറയുന്നില്ല. എല്ലാ ദിവസവും അത് കഴിക്കുക. ഇപ്പൊ ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം അത് കഴിക്കാൻ വിട്ടുപോയാൽ കൃത്യമായിട്ടും ആ ഒരു ഡോസും കൂടി ചേർത്ത്, ഇപ്പൊ ഇന്ന് കഴിച്ചില്ല നാളെയാണ് കഴിക്കുന്നതെങ്കിൽ ഇന്നത്തെ ഡോസ് കൂടി ചേർത്ത് 2 ടാബ്ലറ്റ് നാളെ കഴിക്കേണ്ടി വരും. ടാബ്ലറ്റ് മുടങ്ങിയാൽ പ്രഗ്നൻസി സംഭവിക്കും. അപ്പോ പ്രഗ്നൻസി വേണ്ടാന്ന് തോന്നുന്ന സമയം വരെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടേയിരിക്കണം. ആ മെൻസ്ട്രേഷന്റെ ഒരു 1 to 7 ഡേയ്സിൽ മാത്രമാണ് ടാബ്ലറ്റ്സ് ഒഴിവാക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ടാബ്ലറ്റ് കോയിറ്റസ് നടന്നു കഴിഞ്ഞു, അതായത് ഇൻസെമിനേഷൻ നടന്നു കഴിഞ്ഞു, ബാരിയർ മെത്തേഡ്സ് ഒന്നും തന്നെ ഉപയോഗിച്ചില്ല, യാതൊരു തരത്തിലുള്ള
ഒരു പ്രിവെൻഷൻ മെത്തേഡ് ഉപയോഗിക്കാതെ കോയിറ്റസ് നടന്നു, ഇൻസെമിനേഷൻ നടന്നു എന്ന് വിചാരിക്കാം. ഇൻസെമിനേഷൻ നടന്നതിന് ശേഷം ഒരു 72 മണിക്കൂറിനുള്ളിൽ, അതായത് 3 ദിവസത്തിനുള്ളിൽ കഴിക്കേണ്ട ഒരു പില്ലാണ്. അതിന്റെ പേര് ഐപിൽ എന്നാണ് അതിന്റെ പേര്. പക്ഷെ ഇത് ഹൈലി ഹോർമോണൽ കണ്ടന്റ് ഉള്ള പിൽ ആണ് ഈ ഐപിൽ എന്ന് പറയുന്നത്. ഇത് കഴിച്ചാൽ, അതായത് കോയിറ്റസ് കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം പെട്ടെന്ന് കഴിക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് കഴിക്കുക. അത് എന്തിനെ ഒഴിവാക്കും? ഫെർട്ടിലൈസേഷനെ തടയുകയും പ്രഗ്നൻസി ഒഴിവാക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഐപിലൊന്നും തന്നെ ഡെയിലി കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സൈഡ് എഫക്ട്സ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകും. കാരണം ഹോർമോൺസ് ആണ്. അപ്പൊ ആവശ്യമില്ലാത്ത ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള വളരെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കും. ഓക്കെ, അപ്പോ പിൽസിനെ കുറിച്ച് നമുക്ക് ഓർക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് ഇഞ്ചക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്സ്. ഇതും നേരത്തെ നമ്മൾ പിൽസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ്. അതായത് ഇഞ്ചക്ഷൻസിന്റെയും ഇംപ്ലാന്റ്സിന്റെയും കണ്ടന്റ് പ്രൊജസ്റ്റോജൻസ് അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ ഈസ്ട്രോജൻ കോമ്പിനേഷൻ തന്നെയാണ്. അതിന്റെ മോഡ് ഓഫ് ആക്ഷനും ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പിൽസിനെ പോലെ തന്നെയാണ്. അപ്പൊ ഇത് ബോഡിയിലേക്ക് എന്ത് ചെയ്യുക? ഇഞ്ചക്ഷൻസ് ആണെങ്കിൽ ഇഞ്ചക്ട് ചെയ്യുക. ഇംപ്ലാന്റ്സ് ഉപയോഗിക്കുന്നത് സ്കിന്നിനടിയിലേക്കാണ്. ഏകദേശം നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇംപ്ലാന്റ്സ് എന്ത് ചെയ്യുക? ഇൻസേർട്ട് ചെയ്ത് കയറ്റുക. അപ്പൊ ഇത് ഹോർമോൺസിനെ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു? ബ്ലഡ് സർക്കുലേഷനിലേക്ക് റിലീസ് ചെയ്യുന്നു. നമ്മുടെ ബോഡിയിൽ ആ ഒരു ഹോർമോൺ കണ്ടന്റ് നിൽക്കുന്നിടത്തോളം ഇഞ്ചക്ഷൻസും അത് തന്നെയാണ്. അപ്പൊ സ്കിന്നിനടിയിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ് ഈ പറഞ്ഞ ഇഞ്ചക്ഷൻസ് ആയാലും ഇംപ്ലാന്റ്സ് ആയാലും. അപ്പോ ഈ ഹോർമോൺ കണ്ടന്റ്സ് ചെയ്യുന്ന എന്താ? പിൽസിന്റെ അതേ കാര്യമാണ് അല്ലെ? ഫെർട്ടിലൈസേഷനുള്ള സാഹചര്യം നമ്മുടെ ബോഡിയിൽ ഒഴിവാക്കുക. അതാണ് ഹോർമോൺസ് ഇംപ്ലാന്റ്സ് ഒക്കെ ചെയ്യും. പിന്നെ നേരത്തെ ഞാൻ പറയും ഈ പറഞ്ഞ ഇഞ്ചക്ഷൻസ്, ഇംപ്ലാന്റ്സ്, പിൽസ് ഒക്കെ തന്നെ ഹോർമോൺസ് ആയതുകൊണ്ട് തന്നെ കഴിവതും ഒരു ലോങ് ടൈമിലേക്ക് ഇതിനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എത്രയൊക്കെ സൈഡ് എഫക്ട് കുറവാണെന്ന് നമ്മൾ പറഞ്ഞാലും ഹോർമോൺസ് ആയതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം യൂസിന് ഒരിക്കലും ഈ പറഞ്ഞതൊന്നും, ഈ പിൽസ്, ഇഞ്ചക്ഷൻസ്, ഇംപ്ലാന്റ്സ് ഒന്നും സ്യൂട്ടബിൾ അല്ല. പിന്നെ നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൊടുക്കാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ റേപ്പ് അറ്റംപ്റ്റ് നടന്നു. അപ്പൊ പ്രഗ്നൻസി ഒഴിവാക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിൽസ്, പൈപ്പിൽ പോലുള്ള പിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു ആകസ്മികമായിട്ട് ഒരു ഇന്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് നടന്നു, ഇൻസെമിനേഷൻ ഒക്കെ സംഭവിച്ചു പോയി, അപ്പൊ നമുക്ക് പ്രഗ്നൻസി ഒഴിവാക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അപ്പൊ എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ടാണ് സാധാരണ നമ്മൾ ഈ പിൽസിനെയൊക്കെ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു മെത്തേഡ് കൂടി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നതെല്ലാം തന്നെ താൽക്കാലികമായിട്ട് പ്രഗ്നൻസി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള മെത്തേഡ്സ് ആണ്. അപ്പൊ ഇനി സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് പ്രഗ്നൻസി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് സർജിക്കൽ മെത്തേഡാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ ഈ പഠിച്ച ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന്റെ ഒക്കെ ആ ഒരു ഫിഗർ അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആ ഒരു ഫിഗേഴ്സ് കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്. IUDs യൂട്രസിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന്റെ പൊസിഷനാണ് ഈ ഫിഗർ കാണിക്കുന്നത്. ജസ്റ്റ് ആ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫിഗർ.